പറഞ്ഞു വന്നു നമ്മൾ തീരുമാനം എടുക്കുന്നത് വേറെ ഒരാൾക്കാർ അതിനെപ്പറ്റി വിശ്വസിക്കണം. നമ്മളതിനെപ്പറ്റി പറയുമ്പോൾ അവർ ജസ്റ്റ് ലൈക്ക് ഈവൻ എന്തോ ഒരു കോമഡി വരുന്ന പോലെ വിചാരിക്കണം. കാരണം അവിടെ മൈൻഡിൽ ആ തിങ്കിങ് ഇല്ല. നമ്മളിപ്പോൾ ഒരു ഐഡിയ എടുത്ത് അത് അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ A to Z നമ്മുടെ എയിം പർപ്പസ് എല്ലാം നമുക്ക് കറക്റ്റായിരിക്കും. അതിൻ്റെ എയിം പർപ്പസൊക്കെ നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു ഐഡിയാസ് എടുത്തു, അത് അപ്രൂവലാക്കി, അത് ആദ്യമേ നമ്മൾ എയിമായിരിക്കും അതെന്താ നമ്മളൊക്കെ എന്തായിത്തീരണം, അതായിത്തീർന്ന നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ്. ഇറ്റ് മീൻസ് അത് ഏത് കാര്യത്തിലാണ്, ബിസിനസ്സിലാവും സെയിൽസിലും A to Z. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയാനില്ല, ഏത് ഫീൽഡിലാണെങ്കിലും അതിൻ്റെ ഡിസിഷൻ എടുക്കുന്ന നമ്മുടെ മൈൻഡിൽ മാത്രമേ അത് കാണൂ. വേറെ ഒരാളുടെ മൈൻഡിൽ അതില്ല. നമ്മുടെ മൈൻഡ് മാത്രമേ അത് അപ്രോച്ച് ചെയ്യണമെന്ന് കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വേറെ ഒരാളോട് പറയുമ്പോൾ അവിടെ മൈൻഡിൽ തിങ്കിങ്ങേ ഇല്ല. അവരെന്തെങ്കിലും പൊട്ടത്തരും ഇവൻ എന്തോ പറയുന്നത് എല്ലാവരും ഇട്ട് മൂക്കത്തേ ഉള്ളൂ. ഞാൻ ഈ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കത് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഇല്ല, അവർക്കത് മനസ്സിലാവത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഉള്ളൂ എന്താണ് നമ്മുടെ ഏരിയ. അതുപോലെ ചുറ്റുമുള്ളൊരു മുഴുവൻ നെഗറ്റീവായിരിക്കും. എന്തുവാടാ പറയുന്നത് മര്യാദയ്ക്ക് ഉള്ള പണിയെടുത്ത് ജീവിച്ചുകൂടെ, എനിക്ക് എന്തിൻ്റെ കുറവുള്ള, പിന്നെന്താ, അതൊന്നും തിങ്ക് ചെയ്യില്ല. നീ നിന്നെ വിശ്വസിച്ച് നിൻ്റെ മനസ്സ് പറഞ്ഞാൽ മാത്രം കേട്ടാൽ മതി. വേറെ ഒരുത്തം വിശ്വസിക്കുന്ന പോയാൽ തീർന്നു.